Hello everyone, welcome to my channel Computer Science Hub. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. അപ്പോൾ ഈ വീഡിയോ വില്യം സ്റ്റാർലിങ്സ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഡിപ്ലോമ ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡിപ്ലോമയിൽ നമ്മൾ 4th മൊഡ്യൂളിലാണ് കൺട്രോൾ യൂണിറ്റ് ഓർഗനൈസേഷൻ ആണ് ടോപ്പിക്ക്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആൻഡ് അതിൻ്റെ കൂടെ ടൈപ്സ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. The function of the control unit in a digital computer is to initiate sequence of micro operations. അപ്പം നമുക്കറിയാവുന്നതാണ് കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്, മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാണ് മെയിൻലി ചെയ്യുന്നത്. അതായത് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സിഗ്നൽസ് കൂടിയാണ്. കൺട്രോൾ സിഗ്നൽസ് മൈക്രോ ഓപ്പറേഷൻസ് കൂടിയാണ് കിട്ടുന്നത്. 2 മെത്തേഡ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റ് CU ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ ഹാർഡ്വെയർഡ് കൺട്രോൾ, second one microprogrammed control. Key characteristics of this hardware control എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഓപ്പറേഷൻ ആണ്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്, റിലേറ്റീവ്ലി കോംപ്ലെക്സ് ആൻഡ് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ. നമുക്ക് ഈ ഹാർഡ്വെയർ കൺട്രോൾ, അതായത് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഫ്ലിപ്പ് ഫ്ലോപ്സും ഗേറ്റ്സും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഹാർഡ്വെയർ കൺട്രോൾ. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ഈ എൻറ്റയർ സർക്യൂട്ടറി ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് അത് ഫ്ലെക്സിബിൾ അല്ല. എക്സാമ്പിൾസ് ഓഫ് CPUs വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ എന്ന് വെച്ചാൽ Intel 8085, Motorola 6802, അതുപോലെ നമ്മുടെ റിസ്ക് പ്രോസസ്സർ, സിസ്ക് എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ടല്ലോ, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പോൾ അതിൽ റിസ്ക് പ്രോസസ്സേഴ്സ് എല്ലാതും ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് CPUs വിത്ത് മൈക്രോ പ്രോഗ്രാം കൺട്രോളിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് Intel 8080, Motorola ഒക്കെയാണ്. അതുപോലെ സിസ്ക് പ്രോസസ്സേഴ്സും Motorola 68000 ആൻഡ് സിസ്ക് CPUs. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് എക്സാമിനെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ COAയുടെ വേറൊരു പ്ലേലിസ്റ്റ്, ജനറൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇത് വില്യം സ്റ്റാർലിങ്സിൻ്റെ ടെക്സ്റ്റ് ആണെങ്കിൽ അത് മോറിസ് മാനോൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തും ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ചെറിയ ഒരു ഡിഫറൻസസ് ഒക്കെയാണ് ഉള്ളത്. ഐ മീൻ മെയിൻലി ഡയഗ്രത്തിലാണ് ഡിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. പകരം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ എക്സ്പ്ലനേഷൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. കൂടെ വില്യം സ്റ്റാർലിങ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിസിൽ ഞാൻ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കോഴ്സ് കംപ്ലീറ്റ് എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു ടോപ്പിക്കായിട്ട് വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് കൂടിയാണ്, എക്സാംസിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ നോട്ട് ഞാൻ ലിങ്കിൽ ഇടുന്നുണ്ട്, ഐ മീൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ കൺട്രോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ നോട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ലിങ്കും ഇടാം. മോറിസ് മാനോൻ്റെ എക്സ്പ്ലനേഷൻ, മുന്നേ ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ അതിനുള്ള ലിങ്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആണ് നോക്കുന്നത് കേട്ടോ. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. The term microprogram was coined by M.V. Wells in the early 1950s. Microprogram control unit is a control unit whose binary control variables are stored in memory. The control function that specifies a micro operation is a binary variable. അപ്പം ഇനി ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ്, അത് പ്രോഗ്രാംഡ് ആയിരിക്കും അല്ലേ. ബൈനറി കൺട്രോൾ വാരിയബിൾസ് ആണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരു മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തൊരു ബൈനറി വാരിയബിളിൽ കൂടിയാണ്. ബൈനറി വാരിയബിൾ അറ്റ് എനി ടൈം are represented by strings of ones and zeros called control words. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് കൺട്രോൾ വേർഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൺട്രോൾ വേർഡ് ഇസ് എ ബൈനറി വാരിയബിൾ. ബൈനറി വാരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ആൻഡ് so binary variable at any time can be represented by strings of zeros and ones and is called as a control word. Each control word, അപ്പോൾ ഓരോ കൺട്രോൾ വേർഡിനകത്തും ഇറ്റ് കണ്ടെയ്ൻസ് എ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. A micro instruction specifies one or more micro operation. ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് മോർ ദാൻ 1 മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടാവാം. സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മൈക്രോ പ്രോഗ്രാം ഓർ ഫേംവെയർ. ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം അല്ലെങ്കിൽ ഫേംവെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫേംവെയറും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ നമ്മൾ പറയില്ലേ, ഹാർഡ്വെയറിന് സോഫ്റ്റ്വെയർ നടുക്കിൽ നിൽക്കുന്നതാണ് ഫേംവെയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്
ഹാർഡ്വെയറിലെ പ്രോഗ്രാമിംഗ് കോംപ്ലക്സ് ആണ്. അപ്പം അതിനെക്കാട്ടും എളുപ്പമാണ് ഫേംവെയർ പ്രോഗ്രാമിംഗ്. എന്നാൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനേക്കാളും കോംപ്ലക്സും ആണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് മൈക്രോ ഓപ്പറേഷൻ. അപ്പോൾ അതാണ് ഏറ്റവും ചെറിയത്, മൈക്രോ ഓപ്പറേഷൻ. മൈക്രോ ഓപ്പറേഷൻസ് കൂടിയിട്ട് ഒരു കൺട്രോൾ വേർഡ് ഉണ്ടായിരിക്കാം. മൈക്രോ ഓപ്പറേഷനെ ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയാം. ആൻഡ് ദിസ് കൺട്രോൾ വേർഡ് ആണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആവുന്നത്. കൺട്രോൾ വേർഡ്സ് എന്നാണ്, അല്ലെങ്കിൽ കൺട്രോൾ വേർഡ്സ് കൂടുമ്പോഴാണ്, മോർ ദാൻ വൺ മൈക്രോ ഓപ്പറേഷൻസ് കൂടുമ്പോഴാണ് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസിന്റെ കളക്ഷനാണ് ഒരു മൈക്രോ പ്രോഗ്രാം. And this microprogram is stored in control memory. Okay, so control word consists of micro operation. Micro instruction consists of control words. Micro program consists of micro instruction. And these microprograms are stored in control memory. ഇതാണ് അതിൻ്റെ ജനറൽ ഒരു ഫ്ലോ ഓഫ് ഡാറ്റ. എ കമ്പ്യൂട്ടർ വിത്ത് എ മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് വിൽ ഹാവ് 2 മെമ്മറീസ്. ഇപ്പോൾ നോർമലി ഒരു കമ്പ്യൂട്ടറിന് മെയിൻ മെമ്മറി ഉണ്ടെന്ന് നമുക്കറിയാലോ. അതുപോലാണ്ട് ഈ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഉള്ള കമ്പ്യൂട്ടേഴ്സിന് 2 മെമ്മറി ഉണ്ടാവും. ഒരു മെയിൻ മെമ്മറിയും ഒരു കൺട്രോൾ മെമ്മറിയും. ആൻഡ് ദിസ് മെയിൻ മെമ്മറി ഈസ് അവൈലബിൾ ടു ദ യൂസർ ഫോർ സ്റ്റോറിംഗ് പ്രോഗ്രാംസ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് ചേഞ്ചസ് വെൻ ഡാറ്റ ആർ മാനിപ്പുലേറ്റഡ്. അപ്പോൾ യൂസറിന് ഹാൻഡിൽ ചെയ്യാനാണ് മെയിൻ മെമ്മറി. അപ്പോൾ അതിനകത്ത് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഈ മെയിൻ മെമ്മറിയിലെ കണ്ടൻസ് ഒക്കെ ചേഞ്ച് ആവും. അങ്ങനെ കൺട്രോൾ മെമ്മറി പക്ഷെ അങ്ങനെയല്ല. ഇറ്റ് ഹോൾഡ്സ് എ ഫിക്സഡ് മൈക്രോ പ്രോഗ്രാം ദാറ്റ് കാൺ ബി ഓൾട്ടേർഡ് ബൈ യൂസർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് സ്പെസിഫൈസ് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ കൺട്രോൾ മെമ്മറിയിൽ ഒരു ഫിക്സഡ് മൈക്രോ പ്രോഗ്രാമാണ്. അതായത് ഈ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൺട്രോൾ മെമ്മറിയിൽ നമ്മളൊരു ഫിക്സഡ് മൈക്രോ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് അത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് കാൺ ബി ഓൾട്ടേർഡ് ബൈ യൂസർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് സ്പെസിഫൈസ് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ അത് യൂസറിന് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. യൂസറിന് അത് ആക്സസിബിൾ അല്ല. യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ളത് മെയിൻ മെമ്മറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺട്രോൾ മെമ്മറിയുടെ അകത്ത് ഉണ്ടാവുന്നത് മൈക്രോ പ്രോഗ്രാം ആണ്. അതായത് ഇൻസ്ട്രക്ഷൻസ് ആണ് ദാറ്റ് സ്പെസിഫൈസ് കൺട്രോൾ സിഗ്നൽസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് പറയുകയാണ്. അതായത് നമ്മൾ ഒരു യൂസർ ഒരു പ്രോഗ്രാം എഴുതി 2 നമ്പർ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ആ പ്രോഗ്രാമും ഈ 2 നമ്പേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് മെയിൻ മെമ്മറിയുടെ അകത്തായിരിക്കും. യൂസർ ആ നമ്പർ ആഡ് ചെയ്ത് റിസൾട്ട് വരുന്നത് മെയിൻ മെമ്മറിയുടെ അകത്തായിരിക്കും. പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ആരാ? ALU ആണ് ആഡ് ചെയ്യുക അല്ലേ? ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിലോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോ മെമ്മറിയിലോ ഒക്കെ ആയിരിക്കും. സോ ഇവർക്ക് എല്ലാവർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇപ്പം ALUവിൻ്റെ അടുത്ത് ആഡ് ചെയ്യാൻ പറയുക, ആൻഡ് ഇൻപുട്ട് ഡിവൈസിൻ്റെ അടുത്ത് അത് ഡാറ്റ കൊടുക്കാൻ പറയുക. അങ്ങനെ അവർക്ക് എല്ലാവർക്കും വേണ്ട ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ട കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്ന ആളാണ് കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറിയുടെ അകത്ത് അതിനൊക്കെ വേണ്ട പ്രോഗ്രാമാണ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കൺട്രോൾ മെമ്മറി ക്യാൻ ബി റോം ഹൂസ് കണ്ടൻസ് ആർ ഫിക്സഡ്. ഇപ്പം റീഡ് ഓൺലി മെമ്മറി ആയിരിക്കാം കേട്ടോ ഫിക്സഡ് ആയിട്ട്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, റൈറ്റബിൾ കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞൊരു മെത്തേഡും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നുള്ള സ്ട്രീമിലാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്, ഇതാണ് സ്ട്രക്ചർ. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സോ ഒരു കൺട്രോൾ മെമ്മറി ഉണ്ട്, അതുപോലെ ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, ഇതിനൊരു കൺട്രോൾ ബഫർ രജിസ്റ്റർ, പിന്നെ സീക്വൻസിങ് ലോജിക്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് വരുന്നത് ഓഫ് ദിസ് കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ഒരു ഫീഡ്ബാക്ക് കൂടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ നമ്മുടെ ഈ ഫിഗറിൽ വരച്ചിട്ടില്ല. അതായത് കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് സീക്വൻസിങ് ലോജിക്കിൽ കൂടെ തിരിച്ചു പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കൺട്രോൾ മെമ്മറി, ആക്ച്വലി കൺട്രോൾ മെമ്മറി എന്താണ്? ഇറ്റ്സ് എ റോം, ഞാൻ പറഞ്ഞല്ലോ, ഇൻ വിച്ച് ഓൾ കൺട്രോൾ ഇൻഫർമേഷൻസ് ആർ പെർമനൻ്റ്ലി സ്റ്റോർഡ്. ഇപ്പോൾ കൺട്രോൾ മെമ്മറിയുടെ അകത്താണ് ഈ കൺട്രോൾ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്താ ചെയ്യുന്നത്? അഡ്രസ് ഓഫ് ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ. കൺട്രോൾ മെമ്മറിയുടെ അകത്ത് കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാനാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. നമ്മുടെ സാധാരണ മെമ്മറിക്ക് ഒരു അഡ്രസ് രജിസ്റ്റർ ഇല്ലേ, അഡ്രസ്സ് പറയാൻ. അതുപോലെ കൺട്രോൾ മെമ്മറിയിലെ മൈക്രോ ഓപ്പറേഷൻസിൻ്റെ അഡ്രസ്സ് പറയാനാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. കൺട്രോൾ ഡാറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ രജിസ്റ്റർ എന്ന് പറയും. ഇറ്റ് ഹോൾഡ്സ് ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ റീഡ് ഫ്രം മെമ്മറി. ഒരു കൺട്രോൾ ബഫർ രജിസ്റ്റർ, പേര് 3 സെയിം തന്നെയാണ് കേട്ടോ. കൺട്രോൾ ഡാറ്റ രജിസ്റ്റർ, കൺട്രോൾ ബഫർ രജിസ്റ്റർ, പൈപ്പ് ലൈൻ രജിസ്റ്റർ, എന്തോ ആയിക്കോട്ടെ. ഇറ്റ് ഹോൾഡ്സ് ദ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് റീഡ് ഫ്രം മെമ്മറി. ഇവിടെ നിന്ന് റീഡ് ചെയ്യുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. ആൻഡ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻ കൺട്രോൾ വേർഡ് ദാറ്റ് സ്പെസിഫൈസ് വൺ ഓർ മോർ, അത് നമുക്കറിയാം, മൈക്രോ ഓപ്പറേഷൻസ്.
സോ അപ്പോൾ ഇതിലെന്താ ശരിക്കും വരുന്നത്? ഈ സീക്വൻസിങ് ലോജിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സീക്വൻസിങ് ലോജിക് അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്നൊക്കെ പറയും. ഇയാളാണ് ഏത് അഡ്രസ്സാണ് ഏത് മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇയാൾ പറയുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവും. അയാളെ അഡ്രസ്സ് കൊടുത്ത് ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് സ്റ്റോർ ചെയ്യുന്ന കൂടെ തന്നെ അതിൽ നിന്ന് ഒരു എമൗണ്ട് ഒരു ഡാറ്റ എടുത്തിട്ട് സീക്വൻസ് ലോജിക്കിൽ തിരിച്ചു കൊടുക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം നമ്മൾ നോർമലി ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ദ സീക്വൻസിങ് ലോജിക് യൂണിറ്റ് ഇഷ്യൂസ് എ റീഡ് കമാൻഡ് ടു ദ കൺട്രോൾ മെമ്മറി. ഇപ്പോൾ സീക്വൻസിങ് ലോജിക്ക് ഒരു റീഡ് കമാൻഡ് കൊടുക്കുകയാണ്. ദ വേർഡ് ഹൂസ് അഡ്രസ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഈസ് റീഡ് ഇൻ ടു ദ കൺട്രോൾ ബഫർ രജിസ്റ്റർ. ഇവിടെ പറയുന്ന അഡ്രസ്സിലെ ഡാറ്റേനെ കൺട്രോൾ ബഫർ രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്തെടുത്തു. ദ കണ്ടന്റ് ഓഫ് ദ കൺട്രോൾ ബഫർ രജിസ്റ്റർ ജനറേറ്റ്സ് കൺട്രോൾ സിഗ്നൽസ് ആൻഡ് നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ ഫോർ ദ സീക്വൻസിങ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കണ്ടന്റ് ഓഫ് ബഫർ രജിസ്റ്റർ. ഈ ബഫർ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. അതുപോലെ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ ഫോർ ദ സീക്വൻസിങ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ കൺട്രോൾ ബഫർ രജിസ്റ്ററിലെ കണ്ടന്റ് ആണ് നമ്മളുടെ കൺട്രോൾ സിഗ്നൽസ്. അതുപോലെ തന്നെ അവരിൽ നിന്നൊരു ഇൻഫർമേഷൻസ് എടുത്തിട്ടാണ് ഈ സീക്വൻസിങ് ലോജിക് സർക്യൂട്ട് ഡിസൈഡ് ചെയ്യണത് ദ നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ദ സീക്വൻസിങ് ലോജിക് യൂണിറ്റ് ലോഡ്സ് എ ന്യൂ അഡ്രസ് into the control address register based on the next address information from the control buffer register and the ALU flags. അപ്പോൾ വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീക്വൻസിങ് ലോജിക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. അത് കൺട്രോൾ രജിസ്റ്ററിന് കൊടുക്കും. അപ്പോൾ ഈ കൺട്രോൾ ബഫറിൽ നിന്നുള്ള ഡാറ്റയും അതുപോലെ എക്സ്റ്റേണൽ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ടാവും, ഫ്ലാഗ് ബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ബേസിലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി പറയും കേട്ടോ. അപ്പോൾ ഒരു ജനറൽ ഐഡിയ കിട്ടിയില്ലേ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ സ്ട്രക്ചർ. ഇനി at the conclusion of each micro instruction, the sequencing logic unit loads a new address into control address register. നമ്മൾ പറഞ്ഞല്ലോ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സീക്വൻസിൽ ലോജിക്ക് അടുത്ത മൈക്രോ ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ദ ALU ഫ്ലാഗ്സ് ആൻഡ് കൺട്രോൾ ബഫർ രജിസ്റ്റർ. ഇപ്പോൾ കൺട്രോൾ ബഫർ രജിസ്റ്ററിലുള്ള ഡാറ്റയും അതുപോലെ ALU ഫ്ലാഗ്സിനെയും ബേസ് ചെയ്ത് 1 of 3 ഡെസിഷൻ ഏത് അഡ്രസ്സാണ് അടുത്തത് ലോഡ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഐ മീൻ രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരെണ്ണം ഫ്ലാഗ് ALU ഫ്ലാഗുകളും അതുപോലെ കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നലും രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് അടുത്തത് ഏതാണെന്നുള്ള അഡ്രസ്സാണ് തീരുമാനിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള അഡ്രസ്സാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഗെറ്റ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കറണ്ട് നമ്മൾ PC+1 ഒക്കെ മുന്നിൽ പറയാറില്ലേ, അതുപോലെ CAR+1 എന്ന് പറയും. അതായത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലെ കണ്ടന്റ് +1. അപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, മൂന്നാമത്തെ വേണം, അങ്ങനെ. ജമ്പ് ടു എ ന്യൂ റൂട്ടീൻ ബേസ്ഡ് ഓൺ എ ജംപ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ജമ്പ്. നമ്മളിപ്പോൾ ബ്രാഞ്ചൊക്കെ അൺകണ്ടീഷണൽ ബ്രാഞ്ചൊക്കെ പറയില്ല, ജമ്പ് തന്നെ. ഒരു ലൊക്കേഷൻ നമ്മളിപ്പോൾ 31 നിൽക്കുന്നുണ്ടാവുക, നമുക്ക് അടുത്തത് പോകേണ്ടത് ചിലപ്പോൾ 100 ആവും. അപ്പോൾ ഡയറക്റ്റ് ജമ്പാണ്. അങ്ങനെ വരുമ്പോൾ 31 കഴിഞ്ഞാൽ 32 ആണ് ലോഡ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ഈ 100നെ ലോഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് അടുത്ത ഡെസിഷൻ എന്ന് പറയുന്നത്, ജമ്പ് ടു എ ന്യൂ റൂട്ടീൻ ബേസ്ഡ് ഓൺ ജമ്പ് ഇൻസ്ട്രക്ഷൻ. ലോഡ് ദ അഡ്രസ്. ലോഡ് ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ കൺട്രോൾ ബഫർ രജിസ്റ്റർ ഇൻടു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഇപ്പോൾ ബഫർ രജിസ്റ്ററിലായിരിക്കും ആ അഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ അത് ലോഡ് ചെയ്യേണ്ടി വരും കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക്. അടുത്തത് ജംപ് ടു എ മെഷീൻ ഇൻസ്ട്രക്ഷൻ റൂട്ടീൻ. ഇതെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പ് കോഡിനെ ബേസ് ചെയ്ത്, അതായത് ഇൻസ്ട്രക്ഷനിൽ ഓപ്പ് കോഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോന്നിനെയും ഓരോ റൂട്ടീൻസ് ഉണ്ടാവും ശരിക്കും ഈ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ മെമ്മറിയിൽ. അതായത് ആഡ് വന്നാൽ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ടു ബി പെർഫോം, സബ് വന്നാൽ ഇത് ചെയ്യണം, മൾ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓരോ ഓപ്പ് കോഡിനും ഓരോ അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസിനും ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആ റൂട്ടീനിലേക്ക് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ലോഡ് ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ബേസ്ഡ് ഓൺ ദ ഓപ്പ് കോഡ് ഇൻ ദ IR. നമ്മളുടെ ഇൻസ്ട്രക്ഷനിൽ ഇപ്പോൾ ആഡ് ആണെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചിലപ്പോൾ 100 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാവും. അപ്പോൾ നമ്മൾ 100ലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അടുത്ത ജമ്പിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ് ALU ഫ്ലാഗ്സ് ആൻഡ് കൺട്രോൾ ബഫർ രജിസ്റ്റർ. three possibilities are there. First one, get the next instruction by adding 1 to the control address register. Second one, jump to a new routine based on jump micro instruction.
വിച്ച് മീൻസ് കൺട്രോൾ ബഫർ രജിസ്റ്ററിലെ കണ്ടന്റ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പ് കോഡിനെ ബേസ് ചെയ്തിട്ട് ഒരു റൂട്ടീൻ, പെർട്ടിക്കുലർ റൂട്ടീൻ കിട്ടണം. ആഡ് റൂട്ടീൻ, സബ് റൂട്ടീൻ പോലെയൊക്കെ. ജംപ് ടു എ മെഷീൻ ഇൻസ്ട്രക്ഷൻ റൂട്ടീൻ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ 3 ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ്. ഇതിനിയും വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുവിധം എല്ലാ എക്സാമ്പിളിലും ഒന്നല്ലെങ്കിൽ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജ്, ഐ മീൻ വാട്ട് ഈസ് ദിസ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്, സ്ട്രക്ചർ, അഡ്വാൻറ്റേജ് ചോദിക്കാം. അതുപോലെ ദിസ് ഫങ്ഷനിങ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഈ സൈഡിൽ നിന്ന് എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇതാണ് കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറിയുടെ അഡ്രസ്സ് പറയുന്ന ആൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആൾ കൺട്രോൾ ബഫർ രജിസ്റ്റർ. പിന്നെ ഇവിടെ ഒരു സീക്വൻസിങ് ലോജിക്. ഇത് മൂന്നും നമ്മൾ കണ്ടതാണ് അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, ദെൻ ഒരു ഡീകോഡർ ഉണ്ട്, ദെൻ സീക്വൻസിങ് ലോജിക്കിലേക്ക് ക്ലോക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ALU ഫ്ലാഗ് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആ പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ നിന്ന് ഡീകോഡർ വെച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് നെക്സ്റ്റ് അഡ്രസ് കൺട്രോൾ സീക്വൻസിങ് ലോജിക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, കൺട്രോൾ സിഗ്നൽസ് 2 തരത്തിലുണ്ടാവും. കൺട്രോൾ സിഗ്നൽസ് വിതിൻ CPU, കൺട്രോൾ സിഗ്നൽസ് ടു സിസ്റ്റം ബസ്. ഇതാണ് ഔട്ട്പുട്ട്. ഇപ്പോൾ 2 ഡീകോഡർ ഉണ്ട്. എന്തിനാ ഡീകോഡർ വയ്ക്കുന്ന നമുക്ക് ആലോചിക്കണം. So the upper decoder translates the opcode of the IR into control memory address. Okay. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നാണല്ലോ ഡീകോഡർ വെച്ചിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഓപ്പ് കോഡ് ഉണ്ടാവുമല്ലോ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എന്തായാലും ചിലപ്പോൾ ഒരു 3 ബിറ്റോ അങ്ങ് 4 ബിറ്റോ അങ്ങനെയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. 3 ബിറ്റോ ഒക്കെ ആയിരിക്കും ഒരു ഓപ്പ് കോഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഓപ്പ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം പെർട്ടിക്കുലർ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലെ അഡ്രസ്സ് ആക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആഡ് ആണ്, 000 എന്ന് പറയുന്നത് ആഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഡിൻ്റെ അഡ്രസ്സ്, ആഡ് എന്ന് പറയണ ആ ഒരു മൈക്രോ പ്രോഗ്രാം, ആഡിന് വേണ്ട മൈക്രോ പ്രോഗ്രാംസ് റൂട്ടീൻ ഈ കൺട്രോൾ മെമ്മറിയിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് അഡ്രസ്സ് കിട്ടണം. അപ്പം അതിൻ്റെ അഡ്രസ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടുത്തെ ആദ്യത്തെ ഡീകോഡർ ഉള്ളത്. മനസ്സിലായോ? ദ അപ്പർ ഡീകോഡർ ട്രാൻസ്ലേറ്റ്സ് ദ ഓപ്പ് കോഡ് ഓഫ് ദ IR ഇൻ ടു എ കൺട്രോൾ മെമ്മറി അഡ്രസ്. ദ ലോവർ ഡീകോഡർ, ഇവിടെ ഒരു ഡീകോഡർ ഉണ്ട്, അത് വേർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിനാണ് യൂസ് ചെയ്യുക. അതായത് 2 തരത്തിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇതിൻ്റെ അടുത്തത് ഇതാ പഠിക്കുന്നത് കേട്ടോ, ഹൊറിസോണ്ടലും വേർട്ടിക്കലും. അപ്പോൾ ഹൊറിസോണ്ടലിൽ ഇത് വേണ്ട, വേർട്ടിക്കലിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വേർട്ടിക്കലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a code is used for each action to be performed and the decoder translates the code into individual control signal. അപ്പം നേരിട്ട് കൺട്രോൾ സിഗ്നൽസ് അല്ല കൊടുക്കുക, പകരം ഒരു കോഡാണ് കൊടുക്കുന്നുണ്ടാവുക, ഒരു എൻകോഡർ ഫോമാറ്റ്. അപ്പം അതിന്ന് ഡീകോഡർ ആണ് അതിനെ ഡീകോഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടാണ് സീക്വൻസിങ് ലോജിക് സർക്യൂട്ടിലേക്ക് നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മോർ കോമ്പാക്ട്. അതായത് ഇപ്പോൾ ഒരു കൺട്രോൾ സിഗ്നൽസ് ഒരു 8 എണ്ണം വേണ്ടോടത്ത് എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 എണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്യൂവർ ബിറ്റ്സ് മതിയായിരിക്കും, ഹൊറിസോണ്ടലിനെക്കാട്ട് ഫ്യൂവർ ബിറ്റ്സ് മതി. at the expense of a small addition amount of logic and time delay. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ അവിടെ നിൽക്കട്ടെ. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിനെ പറ്റി, അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ട് ഒന്നും കൂടി പറയാം. കൺട്രോൾ മെമ്മറി ഉണ്ട്, ആ കൺട്രോൾ മെമ്മറിയിലാണ് മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഏത് മൈക്രോ പ്രോഗ്രാമാണോ വേണ്ടത് അത് സീക്വൻസിൽ ലോജിക് പറയും. അപ്പം അതിൻ്റെ അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവും. ആ അഡ്രസ്സിൽ പോയി അത് റീഡ് ചെയ്ത് കൺട്രോൾ ബഫർ രജിസ്റ്ററിലോട്ട് കൊടുക്കും. ആൻഡ് ഈ ബഫർ രജിസ്റ്ററിൽ ഈ താഴത്തെ മീൻ വേർട്ടിക്കൽ ആണെങ്കിലാണ് വരിക, അപ്പോൾ എൻകോഡ് ഡീകോഡ് ചെയ്തെടുക്കും. അതുപോട്ടെ മേലത്തെ ഡീകോഡ് എന്ന് പറയുന്നത് ഓപ്പ് കോഡിൻ്റെ അഡ്രസ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓപ്പ് കോഡിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഇവിടെ ഡീകോഡർ. ആൻഡ് ALU ഉണ്ട് സീക്വൻസിങ് ലോജിക്കിൽ, ALU ഫ്ലാഗും ആൻഡ് ഇവിടെ വരുന്ന നെക്സ്റ്റ് അഡ്രസ് കൺട്രോളിനെയും ബേസ് ചെയ്തിട്ടാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് ഏത് അഡ്രസ്സാണ് അടുത്തത് വേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 തരത്തിൽ വരാം. ഒന്നില്ലെങ്കിൽ ഇവിടെയുള്ള അഡ്രസ്സിൻ്റെ കൂടെ ജസ്റ്റ് +1 ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ബഫർ രജിസ്റ്ററിൽ കിട്ടുന്ന അഡ്രസ്സ്, അതായത് ഇപ്പോൾ ജമ്പൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സ് അങ്ങനെ തന്നെ ലോഡ് ചെയ്യേണ്ടി വരും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഓപ്പ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് ഡീകോഡർ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഫങ്ഷനിങ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ദ പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജ് ഓഫ് യൂസ് ഓഫ് മൈക്രോ പ്രോഗ്രാമിംഗ് ടു ഇംപ്ലിമെൻറ്റ് എ കൺട്രോൾ യൂണിറ്റ് ഇസ് ദാറ്റ് ഇറ്റ് സിംപ്ലിഫൈസ് ദ ഡിസൈൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈൻ സിംപ്ലിഫൈ ചെയ്യുന്നു, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇറ്റ് ഇസ് ബോത്ത് ചീപ്പർ ആൻഡ് ലെസ് എറർ പ്രോൺ ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ചീപ്പർ ആണ്, ഐ മീൻ ഹാർഡ്വെയർസ് ഒക്കെ കുറവേ വേണ്ടൂ. അങ്ങനെ വരുമ്പോൾ തന്നെ അത് ചീപ്പർ ആയിരിക്കും. അതുപോലെ ലെസ് എറർ പ്രോൺ ആണ്.
Then a hardware control unit must contain complex logic for sequencing through the many micro operations of the instruction cycle. അപ്പോൾ ഈ സീക്വൻസിങ്ങും പിന്നെ അതുപോലെ എക്സിക്യൂഷനും ആണ് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞല്ലോ കൺട്രോൾ യൂണിറ്റിൻ്റെ. അപ്പോൾ ഈ സീക്വൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോംപ്ലക്സ് സർക്യൂട്ടറി തന്നെ വേണ്ടി വരും ഹാർഡ്വെയർ കൺട്രോൾ ആകുമ്പോൾ. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ദ ഡീകോഡേഴ്സ് ആൻഡ് ദ സീക്വൻസിങ് ലോജിക് യൂണിറ്റ് ഓഫ് എ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ആർ വെരി സിമ്പിൾ പീസസ് ഓഫ് ലോജിക്. അപ്പോൾ മൈക്രോ പ്രോഗ്രാമിൽ ഈ സീക്വൻസിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അഡ്വാൻറ്റേജ് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത് എന്താ വേണ്ടേ? ഡിസഡ്വാൻറ്റേജ് വേണം. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സംവാട്ട് സ്ലോവർ ദാൻ എ ഹാർഡ്വെയർ യൂണിറ്റ് ഓഫ് കമ്പാരബിൾ ടെക്നോളജി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞല്ലോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് മോർ ഒപ്റ്റിമൈസ്ഡ് ആണ്, അത് ഫാസ്റ്റർ ആണ്, ഫ്ലെക്സിബിൾ അല്ല. പക്ഷേ ഇത് ഫ്ലെക്സിബിൾ ആണ്, എന്നിരുന്നാലും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അത് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവർ ആണ്. ഡിസ്പൈറ്റ് ദിസ്, ഇപ്പോൾ സ്ലോവർ ആണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ദ മൈക്രോ പ്രോഗ്രാമിംഗ് ഇസ് ദ dominant technique for implementing control units in pure CISC architecture. നമ്മൾ പറഞ്ഞല്ലോ CISC ആർക്കിടെക്ചറിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഡ്യൂ ടു ഇറ്റ്സ് ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അത് തന്നെയാണ് കാരണം യൂസ് ചെയ്യാൻ. ദെൻ റിസ്ക് പ്രോസസ്സർ, റിസ്ക് ഞാൻ പറഞ്ഞില്ലേ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, അവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഒക്കെ സിംപ്ലർ ആണ്. അതുകൊണ്ട് തന്നെ അവർ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അബൌട്ട് ദിസ് മൈക്രോ പ്രോഗ്രാംഡ് ഓർഗനൈസേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇനി ടൈപ്സ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തത് ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് നമ്മളിപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വരാം. അങ്ങനെ ആകുമ്പോൾ ടൈപ്സ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 തരത്തിലാണ് ഉണ്ടാവുന്നത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഈച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് എ സിംഗിൾ മൈക്രോ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ്. വെർട്ടിക്കൽ മൈക്രോ പ്രോഗ്രാമിംഗ്. Each microinstruction specifies many different micro operations to be performed in parallel. This is a horizontal microprogramming. Okay. അപ്പോൾ അതിൽ എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞല്ലോ എ മൈക്രോ ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് 1 or more മൈക്രോ ഓപ്പറേഷൻസ് എന്ന്. അപ്പോൾ അങ്ങനെ 1 എന്നുള്ള കേസാണ് വെർട്ടിക്കൽ, മോർ എന്നുള്ള കേസാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ ആകുമ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ഉള്ളിൽ ഒരു മൈക്രോ ഓപ്പറേഷനേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഹൊറിസോണ്ടൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a micro instruction, each micro instruction specifies many different micro operations to be performed in parallel. Microprogrammed control unit can be classified into 2 types based on the type of control word stored in the control memory. That is horizontal microprogrammed control unit and vertical microprogrammed control unit. Horizontal microprogrammed control unit ആണ് horizontal micro instruction യൂസ് ചെയ്യുക. Vertical microprogrammed control unit vertical micro instruction യൂസ് ചെയ്യും. Horizontal microprogrammed control units. The control signals are represented in the decoded binary format. That is 1 bit per control signal. Here n control signals require n bit encoding. മനസ്സിലായോ? അതായത് അവർ വലുതാണ്, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ തന്നെ വലുതാണ്. അതായത് ഓരോ കൺട്രോൾ സിഗ്നലിനും കൺട്രോൾ സിഗ്നൽസ് റെപ്രസെൻറ്റഡ് ഇൻ ഡീകോഡഡ് ബൈനറി. ഓരോ കൺട്രോൾ സിഗ്നലിനും ഓരോ ബിറ്റ് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു n ബിറ്റ് ഉണ്ടെങ്കിൽ n ബിറ്റ് സിഗ്നൽസ് ആവശ്യമുണ്ടായിരിക്കും, n കൺട്രോൾ സിഗ്നൽസ് ആവശ്യമുണ്ടായിരിക്കും. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, കൺട്രോൾ സിഗ്നൽസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ എൻകോഡഡ് ബൈനറി ഫോർമാറ്റിലാണ് കാണിക്കുക. ഹിയർ ദ n കൺട്രോൾ സിഗ്നൽസ് റിക്വയർ ലോഗ് ടു n ബിറ്റ് എൻകോഡിങ്. അപ്പോൾ നമുക്കിപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ ഡീകോഡിങ് എൻകോഡിങ്, അതായത് 8 കൺട്രോൾ സിഗ്നൽ വേണമെങ്കിൽ നമുക്ക് 3 ഇത് ബിറ്റ് ഉണ്ടായാൽ മതി. അതുകൊണ്ട് 8 കൺട്രോൾ സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ആ പറഞ്ഞതുപോലെയാണ് vertical microprogramming. Fewer bits are needed in this vertical micro instruction. So this is a horizontal micro instruction example ആണ്. So this horizontal microprogrammed control unit uses horizontal micro instruction where every bit in the control field attaches to a control line. അപ്പോൾ ഇവിടെ ഓരോ ബിറ്റിനും കൺട്രോൾ ലൈൻ ഉണ്ടായിരിക്കും. ഓരോ ബിറ്റും കൺട്രോൾ സിഗ്നൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് റിലേറ്റീവ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40 to 100 ബിറ്റ്സ് ഒക്കെ വരും ഒരു ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷന്. അപ്പോൾ നോക്കിക്കോട്ടോ, അതിൻ്റെ ഒരു ജനറൽ പാർട്ടൊക്കെയാണ് സാധാരണ ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ആയിരിക്കും, ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ പാർട്ട്. അതുപോലെ ജമ്പ് കണ്ടീഷൻ, അത് അൺകണ്ടീഷണൽ ജമ്പ് ആണോ, സീറോ, ഓവർഫ്ലോ ബിറ്റ് ആണോ, ഇൻഡയറക്റ്റ് ബിറ്റ് ആണോ, ആ ഒരു കണ്ടീഷന് വേണ്ടി ഒരു സിംഗിൾ ബിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സിസ്റ്റം ബസ്സിലെ കൺട്രോൾ സിഗ്നൽസ് കൊടുക്കാം, ഇന്റേണൽ CPU കൺട്രോൾ സിഗ്നൽസ് കൊടുക്കാം. ഇങ്ങനെ ജനറൽ ഒരു 3-4 കാറ്റഗറി ആയിട്ടാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബിറ്റിനും ഓരോ കൺട്രോൾ യൂണിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, കൺട്രോൾ സിഗ്നൽസ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു 40 to 100 ആണ് സൈസ് ഉണ്ടാവുന്നത്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈ ഫിഗറിൽ തന്നെ കുറച്ച് കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കോമ്പാക്റ്റ് ആയിരിക്കും. മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ്, ജമ്പ് കണ്ടീഷൻ,
അതുപോലെ ഒരു 3 ബിറ്റ് ഫംഗ്ഷൻ കോഡ്സ് എന്നാണ് പറയുക. ഈ ബിറ്റ്സിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും പല ഓപ്പറേഷൻസും നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 3 ബിറ്റിൽ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്താലാണ് ഡിഫറെൻറ്റ് കൺട്രോൾ ലൈൻസ് നമുക്ക് കിട്ടുന്നത്. റിലേറ്റീവ് വിഡ്ത്ത് 16 to 40 bits ആണ്. ഇൻ എ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ കോഡ് ഇസ് യൂസ്ഡ് ഫോർ ഈച്ച് ആക്ഷൻ ടു ബി പെർഫോം. ഒരു ഫംഗ്ഷൻ കോഡ് കണ്ടില്ലേ, കോഡ്സ് ആണ് ഓരോ ആക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ആൻഡ് എ ഡീകോഡർ, ദർ ഇസ് എ ഡീകോഡർ ദാറ്റ് ട്രാൻസ്ലേറ്റ് ദിസ് കോഡ് ഇൻ ടു ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽസ്. The advantage of this vertical micro instruction is that they are more compact, അത് പറഞ്ഞല്ലോ, than horizontal micro instruction at the expense of a small additional amount of logic and time delay. അപ്പോൾ ഇത് കോംപ്ലക്സ് അല്ല, ഐ മീൻ കോമ്പാക്റ്റ് ആണ്. ഇത് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അഡീഷണൽ ലോജിക്, അതായത് ഡീകോഡർ വേണ്ടേ ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ, അത് വേണം. കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും. അതായത് നേരിട്ട് കിട്ടുന്നതിനെക്കാട്ടും ഹൊറിസോണ്ടലാണെങ്കിൽ ഓരോ ബിറ്റിലും കൺട്രോൾ ലൈൻസ് ഉണ്ട്, നേരിട്ട് ഡാറ്റാസ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുകയാണ്, കൺട്രോൾ സിഗ്നൽസ് കിട്ടുകയാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡായിരിക്കും, ആ കോഡ് ഡീകോഡ് ചെയ്തിട്ട് വേണം കിട്ടാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും, ഒരു സ്മോൾ അഡീഷണൽ ലോജിക്കും ഉണ്ടായിരിക്കും, ആഡഡ് ലോജിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ സെയിം പോയിന്റ്സ് നിങ്ങൾ അവിടെയും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഇടാൻ കാരണം ടൈപ്സ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവിടെയും അതിട്ടത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ചെയ്ത ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആണ് മെയിൻ, അതിലെ കൂടെ മൈക്രോ ഇൻസ്ട്രക്ഷൻ ടൈപ്സും. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.